ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 55ന്റെ റിവ്യൂ ആണ്. സീസൺ 6ൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? ജസ്റ്റ് മൈൻഡിലൊന്ന് ആലോചിച്ച് നോക്കി. ഗെയിം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആളുകൾ ഒരാളെ തിരഞ്ഞെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗെയിമിന്റെ ഒരു പെർസ്പെക്റ്റീവിലല്ല ഇഷ്ട അനിഷ്ടങ്ങൾ ഇപ്പോൾ ആളുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോളുകളൊക്കെ പല ചാനലുകളിൽ ഇടുന്ന പോളുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഗെയിമേഴ്സിനൊന്നും അല്ല ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഉള്ളത്. വ്യക്തിത്വം നോക്കിയിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത്. സീസൺ 6ലെ മികച്ച ഒരു ഗെയിമർ ആരാണ് എന്ന് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഭിന്നഭിപ്രായങ്ങളുണ്ടായിരിക്കും. അതിൽ ന്യായമായിട്ടുള്ള ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെയൊക്കെ ഇഷ്ട അനിഷ്ടങ്ങൾ വെച്ചിട്ട് വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സീസൺ 6ൽ നിന്നിട്ട് നമ്മൾ മികച്ച പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിജോ വരും, ഋഷി വരും, അർജുൻ വരും, അതേപോലെ അഭിഷേക് ശ്രീകുമാർ വരും, സായി വരും, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. എന്നാലും ഈ കൂടെ ഗബ്രി വരാൻ ഒരു സാധ്യതയില്ല. ഞാനിങ്ങനെ ഇന്ന് ആലോചിക്കായിരുന്നു, ഗബ്രി വരാൻ ഒരു സാധ്യതയില്ല. ഗബ്രി എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത്? ഗബ്രി ഒരു ഗെയിമർ അല്ലാത്തത് കൊണ്ടാണോ? ഗബ്രി ഒരു നല്ല ഗെയിമറാണ്. നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇടയിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ഗെയിമിന്റെ രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ ജിൻഡോയ്ക്കൊപ്പം കളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഗബ്രി. പക്ഷെ എന്തുകൊണ്ടോ ഗബ്രി പ്രേക്ഷകനുമായിട്ട് കണക്ട് ആവുന്നില്ല. ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചു, ഈ ഗബ്രി ഇല്ലാത്ത ഒരു സീസൺ 6 ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും ഇവര് ചെയ്യാൻ വേണ്ടി പോവുക? ഇപ്പൊ ജിൻഡോ ആർക്കെതിരെ ഗെയിം കളിക്കും? അങ്ങനെയുള്ള കുറേ അധികം തോട്ട്സ് ഇന്നത്തെ ലൈവ് എപ്പിസോഡൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നി. അതിനിടയ്ക്ക് ഇന്ന് ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. 4 ആളുകളുണ്ട് ജയിൽ നോമിനേഷനിലേക്ക് വന്ന ആളുകൾ. ഇവരെ 2 ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇടയിൽ ഒരു ഗെയിം വെച്ചിട്ടാണ് ജയിലിലേക്ക് ആളുകളെ പറഞ്ഞു വിടുന്നത്. അപ്പം ജിൻഡോ ആൻഡ് ഗബ്രി ഒരു ഗെയിമിൽ ഒന്നിച്ച് വരുന്നു, അവരൊരു ടീം ആവുന്നു. അവരുടെ ഒരു ഗെയിം നല്ല രസമായിട്ട് നമ്മൾ കണ്ടിരുന്നു. നല്ല രസമായിട്ട് കണ്ടിരുന്നു. ഗബ്രിയും ജിൻഡോയും വളരെയധികം കോർഡിനേഷനോടെ എന്തോ ഒരു ടെലിപ്പതിക് സിഗ്നലൊക്കെ വെച്ചിട്ടാണ് അവർ കോർഡിനേറ്റ് ചെയ്തത്. അല്ലാതെ ഗബ്രി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജിൻഡോ അതേപടി അനുസരിച്ചെന്നോ അല്ലെങ്കിൽ 2 ആളുകളും ഒരു പ്ലാനുമായിട്ട് മുന്നോട്ടേക്ക് പോയെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. 2 ആളുകളും എങ്ങനെയൊക്കെയോ ആ ഒരു ഗെയിം ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ അവർ ജയിലിലേക്ക് പോകുന്നില്ല. എന്നാലും അവർക്കിടയിലെ ആ ഒരു അകൽച്ചയൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ ജിൻഡോയെ ടോപ്പ് ഗെയിമേഴ്സിന്റെ കൂടെ നിർത്തും എന്നുണ്ടെങ്കിലും ഗബ്രിയെ പലപ്പോഴും ആളുകൾ പരിഗണിക്കാറില്ല. ഗബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്നത്. ഗബ്രി ചിലപ്പോൾ എവിക്റ്റ് ആയി പോകാനുള്ള സാധ്യതയെ കുറിച്ചിട്ട് പോലും പല ആളുകളും പറയുന്നുണ്ട്. ഈ ഗബ്രി എവിക്റ്റ് ആയിട്ട് ബാക്കിയുള്ള ആളുകൾ അവിടെ നിലനിൽക്കുന്ന സമയത്ത് അത് ഫെയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഒട്ടും തോന്നുന്നില്ല അത് ഫെയർ ആണ് എന്നുള്ളത്. ഇന്ന് സിജോ ഒരു അഭിപ്രായം പറയുകയുണ്ടായി, പവർ ടീം ഉള്ളത് കൊണ്ടാണ് പല ആളുകളും ഇവിടെ നിലനിന്ന് പോകുന്നത്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പവർ ടീമിലാണ് ശരണി അഭയം പ്രാപിച്ചിരിക്കുന്നത്. റസ്മിൻ പലതവണ ഇങ്ങനെ മാറി സേഫായി നിൽക്കുന്നത് പവർ ടീം ഉള്ളതുകൊണ്ടാണ്. ഈ പവർ ടീം എന്ന് പറയുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ പിടിച്ചു നിർത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എവിക്ഷൻ പ്രോപ്പറായിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നന്ദലാല എന്ന് തുടങ്ങുന്ന സോങ് ആയിരുന്നു ഇന്നത്തെ ഉണർത്ത് പാട്ട്. ഈ ദിനങ്ങളിൽ നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടുകളൊക്കെയാണ് രാവിലെ ഇട്ട് കൊടുക്കുന്നത്. കണ്ടസ്റ്റൻസിൽ 3/4 ആൾക്കാർ ഉറക്കപ്പിച്ചിലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന അരോചകമായിട്ടുള്ള കാഴ്ചയാണ് രാവിലെ കാണുന്നത്. പക്ഷെ ആകെ കണ്ണിന് കുളിർമയുള്ളത് അൻസിബയുടെ പ്രസന്ന മുഖഭാവമാണ്. നല്ല ഗംഭീരമായിട്ടുള്ള ഡാൻസ്, ഭയങ്കര ഹാപ്പിനെസ്. അത് കഴിഞ്ഞിട്ട് ഗെയിമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റേ ഇത്തിരി നെഗറ്റീവ് വൈബ് അടിപ്പിക്കും എന്നുണ്ടെങ്കിലും രാവിലെ ഒട്ടും നെഗറ്റീവ് അടിപ്പിക്കാത്ത ഒരാളാണ് അൻസിബ. രാവിലെ ലൈവ് ഒക്കെ കാണാനിരിക്കുന്ന ആളുകൾക്ക് അൻസിബ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇന്ന് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഗെയിം അനാലിസിസുകളാണ്. ഇന്ന് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ടോപ്പ് 5 പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പ് 5 പ്രഡിക്ഷനിൽ ജാസ്മിൻ 100% ഉറപ്പിച്ച് പറയുന്നു ഗബ്രി ഉണ്ടാവും എന്നുള്ളത്. ഗബ്രി 100% ഉറപ്പിച്ച് പറയുന്നു ജിൻഡോ ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അതിനകത്ത് ജാസ്മിൻ്റെ കുറച്ച് അനാലിസിസ് ഒക്കെ നമുക്ക് കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊന്നും അല്ല. ഗബ്രി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഗെയിമാണ് ഗബ്രി ഉദ്ദേശിക്കുന്നുള്ളത്. ഗബ്രി ഇനിയിപ്പോൾ പൊങ്ങച്ചം പറയുന്നതാണോ എന്നുള്ള ഒരു ഡൗട്ട് പോലും എനിക്ക് തോന്നി. വലിയ കാര്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഗബ്രിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു ഗെയിമാണ്. ഗബ്രി നമ്മളിലേക്ക് തരുന്ന ഒരു പരിപാടിയാണ്. ഗബ്രി ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മളിലേക്ക് ഇട്ട് തരുന്നത്. സിജോ പവർ റൂമിന്റെ ആ ഒരു കാര്യം രാവിലെ പറഞ്ഞിരുന്നു, അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. രതീഷിന്റെ ഗെയിമിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. രതീഷിന്റെ വളരെ മോശം ക്വാളിറ്റി ഗെയിമാണ് എന്നുള്ളതാണ് ഗബ്രിയുടെ അഭിപ്രായം. അപ്പോൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും വളരെ ക്വാളിറ്റി ഉള്ള ഗെയിമാണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പരിഹാസമൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ ജിൻഡോയുടെയും രതീഷിൻ്റെയും ഭാഗത്ത് നിന്ന് കണ്ടതാണ്. അതൊരു തമാശ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ആസ്വദിച്ചത്. രതീഷ് ആ ഒരു തമാശ വീണ്ടും വന്ന് നന്ദനയോടൊക്കെ ആവർത്തിക്കുന്ന സമയത്ത് നല്ല ബോറിംഗ് ആയിട്ട് തോന്നി. രതീഷിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. രതീഷ് നല്ലൊരു ഗെയിമറാണ്. രതീഷ് കണ്ടന്റ് ക്രിയേറ്ററാണ്. രതീഷ് ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു,
അതേപോലെ തന്നെ രതീഷ് നൽകിയ സംഭാവനകൾ സീസൺ 6 നമ്മളെപ്പോഴും എടുത്തു പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. രതീഷ് ആദ്യ ആഴ്ച ഒത്തിരിയധികം ആളുകളെ വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. രതീഷ് ഈ ദിനങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രേക്ഷകർ എത്രത്തോളം വെറുപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും കണ്ടസ്റ്റൻസിനെ ചെറിയ രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. അതിൽ എനിക്കൊരു കുഴപ്പമില്ല. ശ്രീരേഖയൊക്കെ ആ ഒരു വെറുപ്പിന്റെ ആഴം അളക്കുന്ന ചർച്ചയിലൊക്കെ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അൻസിബയൊക്കെ സീസൺ 6 നമുക്ക് വേദന ഉണ്ടാക്കുന്ന മറ്റൊരു വാർത്ത ഇന്നുണ്ടായിരുന്നു. സായി കൂടുതൽ ഒരു കെയറിന് വേണ്ടി, പരിചരണത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറിയിരിക്കുകയാണ്. അദ്ദേഹം ക്വിറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോസൊക്കെ കാണുകയുണ്ടായി. അദ്ദേഹം ക്വിറ്റ് ചെയ്യാതിരിക്കട്ടെ, കാരണം എത്ര ആളുകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇന്നുണ്ടായിരുന്നത് ജയിൽ നോമിനേഷനാണ്. ഈ ജയിൽ നോമിനേഷന് മുൻപ് സായി പവർ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡയറക്റ്റ് നോമിനേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അത് ശരിക്കും പറഞ്ഞാൽ ഗബ്രിയുടെയൊക്കെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര മോശമാണ്. ഗബ്രിയും ഋഷിയും സ്വമേധയാ പവർ ടീമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഗബ്രി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു, തിരിച്ചു കയറുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ബാക്കിയുള്ള ആളുകളുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ശരണിയും ശ്രീരേഖയൊക്കെ സംരക്ഷിക്കേണ്ട ചില താല്പര്യങ്ങളുണ്ട്, ഗബ്രിയുടെ ചില താല്പര്യങ്ങളുണ്ട്. അത് ഇന്ന് അവർ മൈൻഡ് ചെയ്തില്ല. സായി ഇന്ന് ഒരു ഐഡിയ പറഞ്ഞ സമയത്ത്, സായിയുടെ ഗെയിം ഓക്കെയാണ്, സായി നന്ദൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് അവർ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഗബ്രിയെയും ജിൻഡോയും ഇടുകയാണ്. ശരിക്കും അത് എനിക്ക് അത്ര നൈസായിട്ട് തോന്നിയില്ല. ഗബ്രിയെ എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത്? അതേപോലെ സായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഗബ്രി ഇത്തിരി ഡൗൺ ആയിട്ടുണ്ട്, ഇത്തിരി ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ കയറി വരും, അതിനുവേണ്ടിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഗബ്രി അല്ലാതെ അത്രയധികം വയലൻ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഗെയിം കളിക്കുന്ന ആളുകൾ, അടുപ്പിച്ച് കളിക്കുന്ന ആളുകൾ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ആളുകൾ ജിൻഡോ അല്ലാതെ വേറെ ഒരാളെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഗബ്രിയും ജിൻഡോയും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏത് ഗെയിം വന്നാലും കളിക്കുന്നുണ്ട്. ജാസ്മിനും ഒരു പരിധി വരെയൊക്കെ ഇതിനോട് ഒപ്പിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ കുറേയധികം ചർച്ച ചെയ്ത് വലിച്ചടിച്ച് സമയം കളയും എന്ന ഒരു നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഗബ്രിയും ജിൻഡോയും ഏത് ഗെയിം വരുന്ന സമയത്തും ഒരേ ലെവലിൽ പിടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഗബ്രിയെ നോമിനേഷനിലേക്ക് ഇടുന്നു. ഒരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ ഗബ്രിക്ക് പുറത്തുള്ള ഒരു ജനസമ്മതി ഊഹിക്കാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് സായി അത് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ചിലപ്പോൾ പുറത്തു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കും. ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട്, ബിഗ് ബോസ് സീസൺ തുടങ്ങിയത് മുതൽ സജീവമല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളല്ലേ നിങ്ങൾ നോക്കാറുള്ളൂ, എന്നാലും വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇനി ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് പറയാം. ഗബ്രിയെയും ജിൻഡോയെയും പവർ ടീം നോമിനേറ്റ് ചെയ്തു. അൻസിബ റസ്മിനെയും സിജോയാണ് പറയുന്നത്. വന്ന സമയത്ത് ആ ഒരു എനർജി ഇല്ല, ഗെയിമിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. സിജോയിൽ വലിയ പ്രതീക്ഷ കണ്ടസ്റ്റൻസിനുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് എപ്പോഴും പറയുന്നത്. സിജോ ഒരു കാട്ടുതീയെക്കുറിച്ച് പറയുകയും ചെയ്തു, ഇവർ കാട്ടുതീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട്. സിജോയ്ക്ക് അത് വിട്ടിട്ട് വേറൊരു വർത്താനവും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കേൾക്കാനില്ല. അഭിഷേക് സിജോയെയും അൻസിബയെയും ഇതേ കാരണങ്ങൾ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നു. ഗെയിമിൽ ഡൗൺ ആണ്, ഗെയിമിൽ ആക്റ്റീവ് അല്ല. സിജോ കാട്ടുതീയുടെ കാര്യം പറയുകയുണ്ടായി, കാട്ടുതീ കാണാൻ പറ്റിയില്ല. ജിൻഡോ അർജുനെയും സിജോയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അർജുൻ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ പരിഗണിച്ചു തന്നെ. അതേപോലെ തന്നെ സിജോ ഒട്ടും ആക്റ്റീവ് അല്ല, തീപ്പെട്ടിക്കൊള്ളി എന്നൊക്കെ വിളിച്ച് അപമാനിച്ച ഒരാളാണ് ജിൻഡോയ്ക്കും കാട്ടുതീ കാണണം. നോറ അർജുനെയും അപ്സരയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്സരയുടെ ഗെയിം ഡൗൺ ആയി, അർജുൻ തീരെ ഗെയിം കളിക്കുന്നില്ല. ശ്രീതു അഭിഷേകിനെയും അപ്സരയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അഭിഷേക് വന്നപ്പോൾ മുതൽ ഒരേ ഗ്രാഫിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്, യാതൊരുവിധ പ്രോഗ്രസ്സും ഇല്ല. അപ്സര ഇപ്പോൾ തീരെ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് ശ്രീതുവിൻ്റെ പക്ഷം. ഋഷി അഭിഷേകിനെയും അപ്സരയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അഭിഷേകിൻ്റെ ഗ്രാഫ് കയറുന്നില്ല, വന്നപ്പം മുതൽ ഇങ്ങനെ തന്നെയാണ്, ഗെയിമിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. അപ്സര ഡൗൺ ആയി പോകുന്നു എന്നുള്ളതാണ് ഋഷിയുടെ ഒരു പരാതി. ജാസ്മിൻ അഭിഷേകിനെയും നോറയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഭിഷേകിൻ്റെ ഒരു ഗെയിം പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള പുരോഗതിയില്ല. നോറ എപ്പോഴും മറ്റേ ഒറ്റപ്പെടൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. വിക്ടിം നോറ എന്ന് തുറന്നു പറയാൻ മടിയായതുകൊണ്ടായിരിക്കാം നോറയുടെ ആ ഒരു ഒറ്റപ്പെടൽ പരിപാടി തന്നെയാണ് ജാസ്മിൻ വീണ്ടും ആവർത്തിക്കുന്നത്. അപ്സര അൻസിബയെയും നോറയെയും നോമിനേറ്റ് ചെയ്യുന്നു. അപ്സര നോറയെ കുറിച്ചിട്ട് ഇങ്ങനെ കലിപ്പായിട്ടാണ് പറഞ്ഞത്. അൻസിബയ്ക്ക് ഒരു മാറ്റവും ഇല്ല, ഒരു ഗെയിമും ഇല്ല എന്നുള്ളതാണ് അപ്സര പറയുന്നത്. നോറയെ കുറിച്ചിട്ട് പറയുന്നത് കുറ്റം പറയാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും വേണ്ടിയുള്ള അങ്ങനെ ഒരു ടോണിലാണ് പറയുന്നത്. അങ്ങനെയുള്ള ടാസ്ക് ആണെങ്കിൽ മാത്രം മുഖത്ത് സന്തോഷം വരുന്ന ഒരാളാണ് നോറ, അല്ലാതെ വേറെ ഒരിടത്തും ഒരു ടാസ്കിൽ ഹാപ്പി ആയിട്ട് നോറ പെരുമാറാറില്ല. ഗബ്രി നോറയെയും അർജുനെയും നോമിനേറ്റ് ചെയ്യുന്നു. നോറ നല്ല രീതിയിലൊന്നും സംസാരിക്കത്തൊന്നുമില്ല, നിലപാടും കാര്യങ്ങളൊന്നുമില്ല. അർജുൻ വളരെയധികം സ്ലോ ആയി പോകുന്നു, ഇടയ്ക്കൊന്നും പവറായിട്ട് കയറി വന്നതാണ്. അർജുൻ അഭിഷേകിനെയും റസ്മിനെയും നോമിനേറ്റ് ചെയ്യുന്നു. അഭിഷേകിൻ്റെ എഫേർട്ടൊന്നും ഇവിടെ കാണാനില്ല, വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു, നീതി പുലർത്തുന്നില്ല. റസ്മിൻ സ്വയം ബാക്കിലേക്ക് പോകുന്ന പോലെയാണ് തോന്നുന്നത്. ക്യാപ്റ്റനായിട്ടും ആ ഒരു അവസരമൊന്നും യൂസ് ചെയ്തില്ല. സിജോ അൻസിബയെയും റസ്മിനെയാണ് പറയുന്നത്.
അൻസിബയ്ക്ക് ഗെയിം അടുത്തു എന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ടാണ് അൻസിബയെ ആൾക്കാർ നോമിനേറ്റ് ചെയ്യാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. വേറെ വലിയ പ്ലാൻ ഉള്ളതുകൊണ്ടായിരിക്കാം. അൻസിബയ്ക്ക് ഗെയിം എടുത്തു. എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും അൻസിബ പുറത്തേക്ക് പോകാത്തതിൻ്റെ വിഷമം നമ്മളെ കാണിച്ച് നമുക്ക് ഭ്രാന്താവാൻ തുടങ്ങി. റസ്മിൻ ഒരു ലെക്കിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഒട്ടും ഫെയർ ആയിട്ടുള്ള ഒരു രീതിയിൽ നിലനിൽക്കുന്ന ഒരാളല്ല എന്ന് സിജോ പറയുന്നു. ഇവിടെ നിൽക്കുന്നതന്നെ അത്ഭുതമാണ് എന്നുള്ളതാണ് സിജോയുടെ ഭാഷ്യം. റസ്മിൻ, അഭിഷേക് ആൻഡ് സിജോയെ നോമിനേറ്റ് ചെയ്യുന്നു. അവർ മറ്റേ സെയിം കാരണങ്ങളൊക്കെ തന്നെ ആ ഒരു ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് വരുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ എപ്പിസോഡ് കണ്ടതാണ്. ശ്രീരേഖയുടെ ഒരു ആക്ട് ഉണ്ടായിരുന്നു. ശ്രീരേഖയുടെ ആക്ട് ഒരു മയത്തിനൊക്കെ ആണെങ്കിൽ ഓക്കെ. എല്ലാ ദിവസവും ശ്രീരേഖയുടെ ഒരു ആക്റ്റും എല്ലാ ദിവസവും ഒരു ഓവർ ആക്റ്റും എനിക്കെന്തോ പറ്റാനുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ആ ടൈപ്പ് അഭിനയം എനിക്ക് പറ്റത്തില്ല. അതിനകത്ത് ഒട്ടും ഒരു 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 എന്തോ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമില്ല. ഭയങ്കര നാടകീയതയാണ്. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലേ ആ ഒരു പെർഫോമൻസ്. പണ്ടൊക്കെ അത് അടിപൊളിയായിരുന്നു. എല്ലാ ആൾക്കാരും അങ്ങനെയുള്ള പെർഫോമൻസുകളായിരുന്നു ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കൊന്നും പറ്റില്ലടേ. നമ്മൾ മറ്റേ ഈ ചവറൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം. ഇതിനുശേഷം ബിഗ് ബോസ് ഗെയിം അനൗൺസ് ചെയ്യുകയാണ്. ജയിലിലേക്ക് പോകുന്ന സമയത്ത് ചില ആളുകൾ ചിരിക്കാറുണ്ട്. കാരണം അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാമല്ലോ എന്നുള്ള ആഗ്രഹമാണ്. ചില ആളുകൾ വേദനിച്ച് പോവാറുണ്ട്. ഏതായാലും ഇന്ന് ജയിലിലേക്ക് പോകുന്ന 2 ടീമുകൾ മത്സരിച്ച് തോൽപ്പിക്കേണ്ടതുണ്ട് പരസ്പരം. അങ്ങനെ തോറ്റ ആളുകൾ ജയിലിലേക്ക് പോകണം. അങ്ങനെയാണ് പറഞ്ഞത്. ഇത്തിരി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ആരൊക്കെയാണ് ടീം ആവേണ്ടത് എന്ന് ബാക്കി കണ്ടസ്റ്റൻസ് പറയണം. ഗബ്രിയും ജിൻഡോയും കൂടെ ഒരു ടീം ആക്കാൻ വേണ്ടി വലിയ സന്തോഷത്തോടെ ആളുകൾ ആർപ്പുവിളിക്കുന്നുണ്ട്. ആരുടെയും ഉദ്ദേശശുദ്ധി അത്ര നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നോറയൊക്കെ ഒന്ന് ചിരിച്ചു കണ്ടത് അപ്പോഴാണ്. ഗബ്രി, ജിൻഡോ അവർ ജയിലിലേക്ക് പോകുന്നു, അവർ തോറ്റു പോകുന്നു. എന്തിനാണ് അവരങ്ങനെ വിചാരിക്കുന്നുള്ളത് എനിക്കറിയില്ല. ഗബ്രി എല്ലാ ഗെയിമിനകത്തും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജാസ്മിനെ പോലുള്ള ആളുകൾ അയ്യോ ഗബ്രി ചേട്ടായി സംരക്ഷിക്കേണ്ടതുകൊണ്ട് സിജോയുടെ കൂടെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ഗബ്രി, ജിൻഡോ, അഭിഷേക്, സിജോ എന്ന ഗ്രൂപ്പ് മത്സരിക്കുകയാണ്. ഗബ്രി അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത്. ജിൻഡോയും അടിപൊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത്. ടൈറ്റ് മത്സരമാണ്. ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ആകാംക്ഷ തോന്നും. ഈ റബ്ബർ ബാൻഡാണോ വള്ളി അതത്തെ കൂടെ ഇങ്ങനെ ബ്രഷ് പതിയെ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ്സിലിടണം. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അവരത് കളിച്ച് കേട്ടോ. കാരണം ശ്രദ്ധയൊന്നും വേറെ ഒരിടത്തും പതറിയില്ല. വളരെ കൂളായിട്ട് അവർ ആ ഗെയിം കളിച്ച് വേറെ ബഹളങ്ങളൊന്നുമില്ല. ഗബ്രിയും അതേപോലെ തന്നെ ജിൻഡോയും ഒത്തിരിയധികം വ്യത്യാസത്തിൽ ജയിക്കുകയുണ്ടായി. ഗബ്രി ചേട്ടായിക്ക് പവർ ടീമിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു തേപ്പ് കിട്ടിയത് ജാസ്മിന് തീരെ പറ്റിയില്ല. ജാസ്മിനാണ് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പോകുന്നത്. അയ്യോ ഇതുപോലൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സ്ത്രീ. ഗബ്രി എന്തൊക്കെയാണ് പറയണത്. ഗബ്രി ചുമ്മാ ഒരുമാതിരി ഓവറായിട്ട് അങ്ങോട്ട് മിക്കിട്ട് കയറുകയാണ്. വേറെ ഒരാളുടെ അടുത്ത് അത് പറ്റില്ല. ജാസ്മിൻ ഇങ്ങനെ നിന്നങ്ങോട്ട് കൊടുക്കും, താളം ചവിട്ടി അങ്ങോട്ട് നിൽക്കും. ഗബ്രി അങ്ങോട്ട് തലക്കറി നിരങ്ങും. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേന് പരസ്പരം ഉപകാരം ചെയ്യാൻ പോയ 2 ആളുകൾ തമ്മിലടിക്കുകയാണ്. അയ്യോ ആ സമയത്തൊക്കെ ഗബ്രിയുടെ കലിപ്പയ്ക്കൊന്ന് കാണണം. വേറെ ഒരാളോടും ഗബ്രി അത്ര കലിപ്പിടാറില്ല. സ്നേഹം കൂടുതലുള്ള ആളോടായിരിക്കും ഇത്ര കലിപ്പിടുന്നത്. ജിൻഡോയോട് പോലും കലിപ്പിടുന്ന സമയത്ത് നമുക്ക് അതിനകത്തൊരു അഭിനയം കാണാം. ഇത് ഒറിജിനൽ കലിപ്പ്, ഒറിജിനൽ കലിപ്പൻ കാന്താരി സാധനമാണ്. ജാസ്മിൻ, ഗബ്രി ഒറിജിനൽ കലിപ്പൻ കാന്താരി സാധനം. അതിനകത്ത് വേറെ മറ്റേ പ്യൂരിറ്റിക്ക് കുറവൊന്നുമില്ല. 100% കലിപ്പൻ കാന്താരി ഐറ്റമാണ് ജാസ്മിനും ഗബ്രിയും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. കാരണം 2 പേരും ചക്കിക്കൊത്ത ചങ്കരൻ, രണ്ടും ഒരു ടൈപ്പ്. വേറെ വല്ലവരായിരുന്നെന്നുണ്ടെങ്കിൽ ഗബ്രി ഹൗസിന് പുറത്തേക്ക് തെറിച്ച് വീണേനെ അടികൊണ്ട്. അത് ജാസ്മിൻ ആയതുകൊണ്ട് താളം ചവിട്ടിയൊക്കെ നിന്നോളും, അതിനുള്ള മൂളേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഇമാതിരി സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ ആരെങ്കിലും നിൽക്കുമോ? എന്തെങ്കിലും ആയിക്കോട്ടെ. 10 കുറ്റം ഒരാളെ പറഞ്ഞപ്പോൾ ഒരു സുഖം കിട്ടി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.